നമസ്തേ. എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഗുരുഭക്തിയുടെ ഒരു മകുടോദാഹരണമായ മേൽപ്പത്തൂരിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മേൽപ്പത്തൂരിനെ അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സനാതന വിശ്വാസികളായിട്ടുള്ള കൃഷ്ണഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണ് മേൽപ്പത്തൂർ. മേൽപ്പത്തൂർ എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേര്. അത് പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും മേൽപ്പത്തൂർ മേൽപ്പത്തൂർ എന്നാ പറയാം. അദ്ദേഹത്തിൻ്റെ ഇല്ലം ഇപ്പോഴത്തെ തിരുനാവായ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 3.5 നാഴിക അകലെ മേൽപ്പത്തൂർ ഇല്ലമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാതൃദത്തൻ എല്ലാ ശാസ്ത്രങ്ങളിലും വളരെയധികം പാണ്ഡിത്യമുള്ള ഒരു അദ്ദേഹമായിരുന്നു. മേൽപ്പത്തൂരും അദ്ദേഹം നാരായണ ഭട്ടതിരി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വളരെ ചെറുപ്പത്തിൽ തന്നെ ശാസ്ത്രങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. അതിലെല്ലാം വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ അദ്ദേഹം ശാസ്ത്രങ്ങൾ പഠിച്ചു വരുമ്പോൾ അച്യുത പിഷാരടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥൻ്റെ മരുമകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ആ മരുമകളെ സന്തോഷപൂർവ്വമാണ് അച്യുത പിഷാരടി അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തെ വ്യാകരണം പഠിപ്പിച്ചിരുന്ന ഗുരുനാഥനായിരുന്നു അച്യുത പിഷാരടി. അദ്ദേഹത്തെ പറ്റി പറയുന്നത്, വിവാഹം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഭൗതിക സുഖങ്ങളിൽ ആകൃഷ്ടനായി പ്രാർത്ഥനകളും ചിട്ടകളും എല്ലാം വിട്ട് കുറച്ച് നാള് ഭൗതിക സുഖത്തിൽ മുഴുകി കഴിഞ്ഞു. ഇത് കണ്ട് അച്യുത പിഷാരടിക്ക് വളരെയധികം മനോവേദന ഉണ്ടായി. ഒരു ദിവസം രാവിലെ അച്യുത പിഷാരടി ഒരു ഗുരുനാഥനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം അനേകം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവായിരുന്നു. അദ്ദേഹം രാവിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ സ്നാനാദികൾ, അതായത് കുളിയോ ശൗചമോ ഒന്നും കഴിക്കാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന നാരായണ ഭട്ടതിരിയെ കണ്ടിട്ട്, കഷ്ടം, നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇങ്ങനെ പാഴാക്കി കളയുന്നല്ലോ എന്ന് പറഞ്ഞു അത്രേ. ആ ഒരു വാക്കുകൾ ഭട്ടതിരിക്ക് വളരെയധികം മനോവേദന ഉണ്ടാക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിനെ ആ ആലസ്യത്തിൽ നിന്ന് തട്ടി ഉണർത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദിനചര്യകളാകെ മാറി. വ്യാകരണവും മറ്റു വേദാന്തവുമെല്ലാം മനസ്സിരുത്തി പഠിക്കാനും വളരെ ചിട്ടയോടുകൂടി പഠിക്കാനും അദ്ദേഹം തുടങ്ങി. അങ്ങനെ ആ ഗുരുനാഥൻ തന്നെയാണ് ഭൗതികതയിൽ മുഴുകിപ്പോകുമായിരുന്ന തൻ്റെ ശിഷ്യനെ തിരികെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഇരിക്കെ തൻ്റെ ഗുരുവായ അച്യുത പിഷാരടിക്ക് കലശലായ വാതരോഗം വന്ന് പിടികൂടി. അച്യുത പിഷാരടി സ്വയമേവ തന്നെ വലിയൊരു വൈദ്യരായിരുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ ചികിത്സകളും പരീക്ഷിച്ച് പരാജയപ്പെട്ടു. വേറെ വൈദ്യന്മാർ വന്ന് ചികിത്സിച്ച് നോക്കി, എന്നിട്ടും വേദനയ്ക്ക് കുറവൊന്നും ഉണ്ടായില്ല. അപ്പോൾ ജ്യോതിഷപ്രകാരം അദ്ദേഹം നോക്കിയപ്പോൾ ജന്മാന്തര പാപകർമ്മങ്ങളാണ് അസുഖമായിട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ രോഗശമനത്തിന് എന്താണ് കാര്യമെന്ന് അദ്ദേഹം, എന്ത് ചെയ്താൽ ഈ രോഗത്തിൽ നിന്ന് ശമനം കിട്ടുമെന്ന് അദ്ദേഹം ജ്യോതിഷ പ്രകാരം നോക്കിയപ്പോൾ തിലഹോമം, കർമ്മവിഭാഗദാനം എന്നുള്ള ക്രിയകളെല്ലാം ചെയ്താൽ രോഗശമനം കിട്ടും എന്ന് മനസ്സിലായി. കർമ്മവിഭാഗദാനം എന്ന് പറഞ്ഞാൽ മറ്റാർക്കെങ്കിലും തൻ്റെ കർമ്മദുരിതങ്ങൾ കൈമാറുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ പുരാണത്തിലൊക്കെ ഗുരുവിൻ്റെ യയാതിയുടെയൊക്കെ കഥ കേട്ടിട്ടുണ്ട്. തൻ്റെ യൗവനം മകനിൽ നിന്ന് വാങ്ങിയത്, ഇതൊക്കെ സാധ്യമാണ് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ മേൽപ്പത്തൂരിൻ്റെ ഗുരുവായ അച്യുത പിഷാരടി പ്രായശ്ചിത്ത കർമ്മങ്ങളെല്ലാം ചെയ്തു. അവസാനം തൻ്റെ കർമ്മങ്ങൾ കൈമാറാനായിട്ട് കർമ്മ വിഭാഗദാനത്തിന് അർഹരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ വളരെ ബ്രഹ്മ തേജസ്സുള്ള ഒരാൾക്കേ അതിന് സാധ്യമാവൂ എന്നറിയാം. അപ്പോൾ ആരോ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ പേര് തന്നെ നിർദ്ദേശിച്ചു. അദ്ദേഹം വളരെ ചെറുപ്പമാണ്, പക്ഷേ ഗുരുഭക്തി കൊണ്ട് അഗ്രഗണ്യനായ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അച്യുത പിഷാരടിയുടെ കർമ്മങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. കാലക്രമേണ അച്യുത പിഷാരടിയുടെ വാതരോഗം കുറയുകയും അതോടൊപ്പം നാരായണ ഭട്ടതിരിയുടെ വാതരോഗം വർദ്ധിച്ചു വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ആ ഒരു കർമ്മം ഗുരുവിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ് ആ പ്രാരാബ്ധ കർമ്മം. അത് ഗുരുവായൂരപ്പൻ്റെ നടക്കെ പോയി ഭജന ചെയ്ത് അത് ഭഗവാനോട് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മുക്തി നേടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഗുരുവായൂരിലെത്തി ഓരോ ദിവസവും 10 ശ്ലോകം വെച്ച് രചിച്ച് 100 ദിവസം കൊണ്ട് നാരായണീയം പൂർത്തിയാക്കാമെന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം നമസ്കാര മണ്ഡപത്തിൽ
ഭഗവാൻ അഭിമുഖമായിട്ടിരുന്നു കൊണ്ടാണ് ഈ 100 ശ്ലോകങ്ങളും രചിച്ചത്. 2 ദിവസം രചിച്ച് മൂന്നാമതായപ്പോഴേക്കും വാദത്തിൻ്റെ അസുഖം വളരെയധികം കൂടുകയും അദ്ദേഹത്തിന് നമസ്കരിക്കാനോ പ്രദക്ഷിണം ചെയ്യാനോ പോലും പറ്റാത്തൊരവസ്ഥയിലെത്തിയെന്നാണ് പറയുന്നത്. അതോടുകൂടി മേൽപ്പത്തൂരിൻ്റെ മനസ്സിന് ഇളക്കം തട്ടി ഭജനം തുടരാൻ പ്രയാസമെന്ന സ്ഥിതി വന്നു ചേർന്നു. എങ്കിലും അനുജന്റെ സഹായത്തോടുകൂടി ഒരുവിധം അമ്പലത്തിലെത്തി ഭഗവാനെ നമസ്കരിക്കുകയും സങ്കടം പറയുകയും ചെയ്തു. അന്ന് സങ്കടം പറയുകയാണ്. അന്നത്തെ ശ്ലോകങ്ങളെല്ലാം മേൽപ്പത്തൂരിൻ്റെ ആർത്തപ്രലാപമാണ്. തൻ്റെ പേരിൽ തെല്ല് കരുണ കാണിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് അതിലെ പ്രധാനം. 3-ാം ദശകം മുഴുവൻ 3-ാം ദശകത്തിലാണ് അങ്ങനെ രോഗത്തെപ്പറ്റി പറയുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് ശ്ലോകം രചിച്ചു. പവനപുരപതേ പാഹിമാം കൃഷ്ണരോഗാത് എന്നാണ് 99-ാം ദശകത്തിൻ്റെ സമാപ്തി വാക്യം. 100-ാമത്തെ ദിവസം ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിന് വേണുഗോപാലമൂർത്തിയുടെ രൂപത്തിൽ ദർശനം നൽകി. ആ സാക്ഷാത്കാരമാണ് അഗ്രേ പശ്യാമി തേജോ എന്ന് തുടങ്ങുന്ന 100-ാം ദശകത്തിൽ വർണ്ണിക്കപ്പെടുന്നത്. ആ തേജോ ദർശനത്തോടുകൂടി ഗുരുവായൂരപ്പൻ്റെ ആ ചൈതന്യമാർന്ന രൂപം ദർശിച്ചതോടുകൂടി മേൽപ്പത്തൂരിൻ്റെ സകല വേദനകളും ശമിക്കുകയും അദ്ദേഹത്തിന് വാദ രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയും ചെയ്തു. ആ നാരായണീയമാണ് ഇന്ന് കേരളത്തിൽ ഒരുപാട് നാരായണീയ സമിതികളുണ്ട്. അവരെല്ലാം ഭജിക്കുന്നത്. ആ നാരായണീയം വായിച്ച് രോഗവിമുക്തി നേടിയ പലരുടെയും കഥകൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ആ നാരായണീയ ശ്ലോകത്തിന് അത്രയും ശക്തി വന്നത് എന്ന് വെച്ചാൽ ഗുരുഭക്തി. സ്വന്തം ഗുരുവിൻ്റെ കർമ്മം ദോഷങ്ങൾ ജന്മാന്തര പാപകർമ്മങ്ങൾ ഏറ്റെടുക്കാനുള്ള ആ മനസ്സ്, അതാണ് ഗുരുവായൂരപ്പൻ കണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് നാരായണീയം കേരളത്തിലും ഗുരുവായൂരപ്പ ഭക്തരുള്ള മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഇത്രയധികം പ്രചാരത്തിലായിട്ടുള്ളത്. അതോടൊപ്പം പറയട്ടെ, ഞങ്ങൾ ഓഗസ്റ്റ് 9-ന് രാധാ മോഹന നാരായണീയ സമിതി, മോഹൻജി ഫാമിലിയിലെ രാധാ മോഹന നാരായണീയ സമിതി ഓഗസ്റ്റ് 9 ഏകാദശി ദിവസം ഗുരുവായൂർ നാരായണ ആലയത്തിൽ സമ്പൂർണ്ണ നാരായണീയം സംഘടിപ്പിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു നാരായണീയം ഭഗവാന്റെയും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിജയമായി തീരട്ടെ. നാരായണീയത്തെ പറ്റി പറയുമ്പോൾ മേൽപ്പത്തൂരിൻ്റെ ഈ ഗുരുഭക്തിയെപ്പറ്റി പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുപൂർണിമ ആശംസകൾ അർപ്പിക്കുന്നു. നമസ്കാരം.